ഞാനൊരു കാര്യം ചോദിക്കട്ടെ? കേള്. ആന്റിക്ക് മധുരയില് നമ്മളറിയാതെ വല്ല ആലോചനയും നടക്കും. ആലോചനയാ? എന്ന ആലോചന? തിരുമണം. പോയാ എന്തോ കാര്യം. സംതിങ് ഫിഷി. ചേച്ചി, നീ കല്യാണാലോചന വല്ലതും നടന്നോ? ഉസലാമ്പട്ടി പെൺകുട്ടി മുത്തപ്പേച്ച് ഒസരാം പാത്ത് എൻ കൈ സുരുക്കി പോച്ച് കൂടെ വെച്ച് ആഹാ, നീ വന്നോ? ഞാൻ നീ അങ്ങ് മധുരയ്ക്ക് പോയി കാണുമെന്ന്. பொங்கலை எல்லாம் விட்டுட்டு நான் எங்க போவேன் அம்மா? என் செல்லம், என் செல்ல குட்டி. കൊച്ചാള് കൊള്ളാമല്ലോ. ഞാനും കനവും കൂടെ അടി കൂടുന്ന കാണാൻ നിക്കുവാന്നോ? അമ്മൂമ്മ സാധാരണ ആരുമായിട്ട് ഒത്തുപോലല്ലോ. പാറു, ആ എന്തോന്ന് ബഹളം? കനക എന്നെ ഒന്ന് സ്നേഹിച്ചതാ. சிவா கேசு, நீங்க எங்க போயிருந்தீங்க? ഇവര് നിക്കുന്ന നിപ്പിൽ അങ്ങോട്ടെങ്കിലും പോയിട്ട് വരും. சிவா கேசு, நீங்க பிரசாதம் சாப்பிட்டீங்களா? അതൊക്കെ ഇവര് എപ്പോഴേ സാപ്പിട്ടാச்சு. ചേട്ടാ, ഇന്ന് കനാൻഡി ഭയങ്കര ഹാപ്പിയാ. തിരുമണമായെന്നാ തോന്നുന്നേ. തിരുമണോ? അപ്പടിയാ? இல்ல சிவா, அப்படி எல்லாம் இல்ல. എന്താണ് ഒരു ചിരിയും നാണോ ഒക്കെ? അതെന്നെ, ഇങ്ങോട്ട് വന്ന് എന്നെ കെട്ടിപ്പിടിക്കുന്നു, എനിക്ക് ഉമ്മ തരുന്നു, ഭയങ്കര സന്തോഷം. എനിക്കറിഞ്ഞൂടാ. കനകം, എന്തെങ്കിലും പരിപാടികൾ ആസൂത്രണം ചെയ്ത് വെച്ചിട്ടുണ്ടോ? அப்படியெல்லாம் ஒண்ணும் இல்ல செல்லம். ഒന്നുമില്ല. അവസാനം കല്യാണം നടക്കും, നമ്മളോടൊന്നും പറയത്തുമില്ല, കെട്ടും കഴിഞ്ഞ് അങ്ങ് പോവുകയും ചെയ്യും. நான் அப்படியெல்லாம் செய்ய மாட்டேன் தங்கம். எனக்கு கல்யாணம் வேண்டாம். അയ്യോ, അങ്ങനെ തീർത്ത് പറയല്ലേ അനാന്റെ. ആളെ നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പിക്കുമെന്ന് പറയാൻ പറ്റത്തില്ലേ. വിജയത്തെടുക്കാൻ ബ്രഹ്മാവിനെ കൊണ്ടുപോലും ആവില്ല എന്നാണ്. ആണല്ലേ? പക്ഷെ ഇവിടെ ചിലവര് വിധിയെ വിലക്ക് വാങ്ങുന്നുണ്ടേ. അങ്ങനെ വിലക്ക് വാങ്ങിയവരൊക്കെ ഇപ്പൊ വിലപിക്കുന്നുണ്ട് അല്ലേ അമ്മൂമ്മ? അല്ല, നിങ്ങൾ എന്തോ ഇപ്പൊ പറഞ്ഞു? എനിക്കൊന്നും മനസ്സിലായില്ലേ. കേശാന്റെ തലയിൽ മെറിൻ ചേച്ചി വന്ന് വീണ കാര്യം പറഞ്ഞതാ. വിധി, ദുർവിധി. എന്തിനാണ് എന്നെ തരണേ? അവക്കുള്ളത് അങ്ങോട്ടും കൊടുത്താൽ മതി. കൊച്ചേ, കൊച്ചുവായി വലിയ വർത്താനം പറയല്ലേ. ഇവിടെ പറയുന്ന കേട്ടല്ലേ ഞാൻ പഠിക്കുന്നത്. ഇവിടെ പറയുന്ന നല്ല കാര്യങ്ങളൊന്നും നീ കേട്ട് പഠിക്കുന്നില്ലല്ലോ. ഇവിടെ പറയുന്ന നല്ല കാര്യം പറയാൻ ഒരു അവസരം തരണ്ടേ? പോയിരുന്ന് പഠിക്കാൻ നോക്ക്. ഓ அம்மா, இன்னைக்கு அவளை ஒன்னும் சொல்லாதீங்க, திட்டாதீங்க. செல்லம்ல. ഒരു കാര്യം ഉറപ്പാണ്, കനകാന്റി ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്. എന്താണ് ആന്റി കാര്യം? പറ, സത്യം പറ, എന്താണ് കാര്യം? நான் இன்னைக்குமே ஹாப்பி தான், இன்னைக்கு மட்டும் இல்ல. ചായക്ക് വെള്ളം വെച്ചതാ, അടുപ്പും കത്തിച്ചില്ല, ഒന്നുമില്ല, പോയി കളഞ്ഞു. ഉമ്മ, എന്തോ കാര്യമുണ്ട്, അത് മുഖത്ത് തെളിഞ്ഞു കാണുന്നുണ്ട്. അതെനിക്കും തോന്നിയിട്ടുണ്ട്. കണ്ടുപിടിക്കാം. സത്യം പറയണ്ടല്ലോ മായി, ഞാൻ എന്റെ ഫ്രണ്ട്സിനെ അവസാനമായിട്ട് കണ്ടത് എപ്പോഴാന്ന് അറിയോ? ഒരു കൊല്ലം മുന്നേ. കൊല്ലം മുന്നേ എല്ലാവരുമായിട്ടൊന്ന് കൂടി, പിന്നെ ഇപ്പൊ പലരും പല വഴിക്കായി. ഞാനും അങ്ങനെ തന്നെ. എന്റെ ഫ്രണ്ട്സിനെ കണ്ടിട്ട് കാലം മറന്നു. ആ കൃപാന്ത് മാത്രമാണ് ആകപ്പാട് ഇവിടെ ഉള്ളത്. ആശാൻ ഇവിടെ ഉണ്ടാ? അവന്റെ വൈഫായിട്ട് ബാംഗ്ലൂർ എന്തോ പോയേക്കണം എന്നാണ് എനിക്ക് ലാസ്റ്റ് കിട്ടിയ അറിവ്. കനാൻഡി കണ്ടോ? ഇല്ല, നീ കണ്ടോ? ഞാൻ കണ്ടില്ല. കനാൻഡിയുടെ ചിരി ഇതുവരെ മാറിയിട്ടില്ല. അത് ശരി, അത് മാറുന്നില്ലേ? ഇല്ല. എന്തോ കാര്യമായിട്ടുണ്ട്. അത്ര ചോദിച്ചിട്ടും പറയുന്നില്ലല്ലോ. ആ ലേഡീസ്, രണ്ടുപേരും അറിയാൻ വേണ്ടി ഒരു കാര്യം പറയാണ്. കോളേജൊക്കെ തുറന്നല്ലോ, അപ്പോ എന്റെ പോക്കറ്റ് കാലിയാവാതെ നിങ്ങൾ വേണം നോക്കാൻ. ഓക്കേ? ആ ചേട്ടൻ ഇനിയിപ്പൊ ചെലവൊക്കെ അങ്ങോട്ട് കൊറേ കൂടുമല്ലോ. ഞാൻ നോക്കി. ஆமா, புது ட்ரெஸ் எல்லாம் இல்ல, ஒரு பாயசம் தான். எனக்கு செலிப்ரேட் எல்லாம் பண்ணா பிடிக்கவே பிடிக்காது. லக்ஷ்மி, நான் அப்புறம் கூப்பிடுறேன். കനകാന്റി, ஆ
லட்சுமி பாலசுப்ரமணியா? ஆமா. அப்புறம் எதுக்கு போன் கட் பண்ணீங்க? நான் இங்க இருக்கேன்னு சொன்னேன். എന്തിനി ഏ? ആന്റി ആന്റിയുടെ നല്ലതിനും ചീത്തപ്പേരുണ്ടാവാതിരിക്കാനും വേണ്ടി ഞാൻ പറയുവാണ് ലക്ഷ്മീനെ ഇവരെ തമ്മിൽ അടുപ്പിക്കരുത് പ്ലീസ്. ആന്റി ആന്റി ഒന്ന് ഫോണിൽ പറഞ്ഞേ പുതിയ ഡ്രസ്സും പായസവും ഒക്കെ. ஒண்ணும் இல்ல பாரு. അങ്ങനെ ഒന്നുമില്ലാതെ ഇങ്ങനെയൊക്കെ പറയൂ. കാര്യം എന്താണെന്ന് പറ. ஒண்ணும் இல்ல கௌரி. കാര്യം പറയാൻ്റെ അങ്ങോട്ട്. എന്താ ആന്റി നാട്ടിലൊരു ഉത്സവം വല്ലതും ഉണ്ടാ? ஒண்ணும் இல்ல சிவா. എന്തോ ഒന്നുമില്ലാന്ന് കാര്യം വല്ലതും ഉണ്ടെങ്കിൽ പറയേച്ചി അങ്ങോട്ട്. ആന്റി ഇപ്പൊ ഓരോന്ന് ഒളിപ്പിക്കാൻ തുടങ്ങി. பாரு. എന്തോന്ന് ആന്റി ഇത്? ആന്റി കുറെ നേരമല്ലേ സസ്പെൻസ് തുടങ്ങിയിട്ട്? അതങ്ങ് കള, എന്ത് കാര്യം പറ. എന്താണെങ്കിൽ നമുക്ക് ആഘോഷിക്കാം. ஒரு சின்ன விஷயம் இருக்கு. ആ ஆனா ஆகோஷ்கெல்லாம் கூடாது. എന്റെ ആന്റിക്ക് പറയാൻ പറ്റുന്നതാണെങ്കിൽ ആന്റി പറ. ഇതിപ്പോ എന്ത് ചോദിച്ചാലും ഒന്നുമില്ല അല്ലെങ്കിൽ ചിരിച്ചോണ്ടിരിക്കും. എന്തോ ഇത്? അത് ഇനിയിപ്പോ ചോദിക്കേണ്ട കാര്യമില്ല. കുറെ നേരം കൊണ്ട് പറന്ന് ചോദിക്കോ. ഇനി പറയാം. എന്നാ പിന്നെ പറയാം. അതെ പറയണ്ട. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.